വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ? അപ്പൊ നമ്മളുടെ കാത്തിരിപ്പിന്റെ ദിവസം നമ്മളുടെ ഷോപ്പിന്റെ ഉദ്ഘാടനമാണെന്ന് 2 മണി കഴിഞ്ഞിട്ടാണ് ഉദ്ഘാടനം. പക്ഷെ ഇപ്പൊ 2 മണിയായി. നമ്മൾ അപ്പോഴേ ഭയങ്കര പങ്ക്ച്വാലിറ്റി നമുക്ക്. പിന്നെ ഇപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. പാർട്ട് 2 ഇട്ടിട്ടുണ്ട്. പാർട്ട് 2 കണ്ടാൽ മനസ്സിലാവും. ഇപ്പം നമ്മൾ ബലൂണൊക്കെ പിടിപ്പിച്ച് അവിടെ എല്ലാം സെറ്റ് ആക്കിയിട്ട് വീണ്ടും വീട്ടിൽ വന്ന് ഇവിടെ നിന്ന് വന്ന് ഒരുങ്ങി പോവാണ്. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാൻ പറ്റും. ഞങ്ങളിപ്പോ ഇറങ്ങാൻ പോയാണ്. അറിയത്തില്ല, നേരത്തെ പോയി ഇപ്പൊ ഇറങ്ങാൻ പോയാണ്. അപ്പൊ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മൾ പോവാൻ പോവാണ് കടയുടെ മുതലാളി. ഇവര് റെഡ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇല്ല, ഞാൻ ഇതങ്ങ് ഇട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഇതങ്ങ് ഇട്ട് പിന്നെ ഓർക്കുന്ന. അപ്പോ മൊയിലാളിയും മൊയിലാളിയുടെ മമ്മിയും മൊയിലാളിയുടെ ഭാര്യയും യാദൃച്ഛികം. അപ്പൊ കേസപ്പ നമ്മളിവിടെ എത്തി. ഓടുന്നു അൻസീത്ത. നമ്മളിവിടെ എത്തി. പഞ്ച്വാലിറ്റി ഇല്ലാത്ത ആളുകൾ താമസിച്ച് കേസ് നമ്മള്. എന്താപ്പാ എവിടെ വന്നാലും ഇതും കൊണ്ടല്ലേ? എവിടെ വന്നാലും ഇതും കൊണ്ട്. അതാണ് എന്റെ ഹൈലൈറ്റ്. എന്താണ് അടുത്ത കളി തന്നെ നോക്കണം. സത്യം. എങ്ങനെയുണ്ട് കട? എങ്ങനെയുണ്ട് കട? അടിപൊളിയാണ്. ഉദ്ഘാടനം അത് പറഞ്ഞില്ലടേ. ഉദ്ഘാടനം ആരാന്ന് പറഞ്ഞില്ല. നമ്മുടെ ഉദ്ഘാടനം നമ്മുടെ അല്ല കേസ് ഉമ്മച്ചിയാണ് കേസ് ഉദ്ഘാടനം ചെയ്യുന്നത്. കേസ് നമ്മുടെ അൻസാരി മാമ, നുജു മാമ അല്ലേ? എന്ത് കുഞ്ഞാറ്റെന്ന് വന്നേ. മുച്ചിയുടെ ഫ്രണ്ട്സാണ്. അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മള് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഫോൺ ഞാൻ അൻസീത്താക്ക് കൈമാറുകയാണ്. ലഡു എടുത്തോ. ലഡു ഇടാ. എല്ലാരും എടുത്താ ലഡു? ഇല്ല, നിന്നെ ഒട്ടും കട്ട് ചെയ്യത്തില്ല. സൻഷാന്റെ കോസ്റ്റ്യൂം ഉണ്ടോ? എന്തോ പറയാനുണ്ടല്ലോ, പറഞ്ഞോ. ഒന്നും പറയാനില്ല. സന്തോഷം. ഫുഡ് കിട്ടിയില്ല. കല്യാണോ ഇത്? ഇങ്ങനെ ഉണ്ടെങ്കിൽ ചോദിക്കാറുണ്ട്. ആഗ്രഹം വെച്ചോനെ നടന്നില്ലേ? ഇവനെ ഞാനിന്ന് എടുത്തിട്ടേ ഉള്ളു. ബാക്കി ഇവൻ ക്യാമറയും കൊണ്ടുവരുമ്പോ ഇവനങ്ങ് തിരികെ
അപ്പോൾ ഗൈസ് രാവിലെ നമ്മൾ ഉസ്സാനെ വിളിച്ചിട്ട് കുറച്ച് ദ്വാരപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാണ്. മുന്തസീറിനൊരു ഡ്രസ് എടുത്തോളൂ. വൈകിട്ട് വരുമോ? 2 മണിക്ക് അവിടെ ഇത് തുടങ്ങുന്നു. ഓ എക്സാം അല്ലേ വരത്തില്ലേ അപ്പൊ അവൻ? ഗ്യാങ് എത്തിയിരിക്കുന്നു. സമയം പഞ്ച്വാലിറ്റി ഇല്ല നിങ്ങൾക്കൊന്നും. സീനത്തമ്മ റംസീത്ത ഹായ് ഹായ്. വീഡിയോ കൊണ്ടുവരുമ്പോ ഇതിങ്ങളൊക്കെ കട കൊള്ളാം. നമ്മുടെ അനന്തു ആണ് ഇതിന്റെ ഇന്റീരിയർ ചെയ്തേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിളിക്കണം. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എവിടെ കൊടുക്കും? ഡീറ്റെയിൽ നമുക്ക് അടി കൊടുക്കും. ഇത് പ്രൊമോഷൻ. തിരിഞ്ഞേക്കുന്ന ഇവിടെ എന്താ ഇവിടെ ഞങ്ങളെ കടയുടെ അടിയിലിടണം പേര്. നൊട്ടോറിയസ് അലുമിനിയം പള്ളിമുക്ക്. ഇതെടുത്ത് ഇവിടെ വെക്കാനാണോ? അറുക പയലേ. തീർന്നാ ഇനി എന്തുവാ? വാടാ അപ്പൊ ഇവന്മാര് എന്റെ അനിയന്മാരാ, എന്റെ ജൂനിയേഴ്സാ. എന്റെ ജൂനിയേഴ്സാണ് കഴിച്ചത് അല്ലേ? ഇത് റാമിയും ഇത് അജയും. ഭയങ്കര സ്നേഹമുള്ള പിള്ളേരെ ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോ വന്ന കേസ്. എല്ലാം എടുത്തിട്ട് പോടാ. എടുക്ക് കേറുവാ. ഇതൊക്കെ അടിപൊളി. ഇഷ്ടപ്പെട്ടാ? അതൊക്കെ പറ അനന്തു. എന്താ അനന്തു? അനന്തുവിന്റെ മൂടി. എട് നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എട്. നിങ്ങൾ പറഞ്ഞ ഇത് എടുത്തിരിക്കും. അനന്ത് ഈ കളർ പാന്റ് ഉണ്ടല്ലോ. പിന്നെ ഉണ്ടോ? ആ പാന്റ് ഒന്ന് എടുത്തു കൊടുത്താൽ അതിന് മാച്ചിങ് അല്ലേ? നീ എവിടെ കയറി ഇരിക്കുന്നത്? കൈനീട്ട സിന്ധു ചേച്ചിയാട്ടോ. വരണേ ഞങ്ങൾക്ക് തൊപ്പി അടിച്ചതാ ഞാൻ മേടിച്ചത്. 2-3 വർഷം കഴിഞ്ഞിട്ട് ജോലിയൊക്കെ കിട്ടട്ടെ. എനിക്ക് ജോലി കിട്ടിയില്ല. യൂട്യൂബർ അല്ലേ? ആ തൊപ്പി മേടിച്ചു തരാനും വരണേ. ഷൂസൊക്കെ എടുത്ത് മണപ്പിച്ച് നോക്കുന്നു. നോക്കട്ടെ. മോതിരം മേടിച്ചിട്ടുണ്ട്. ഇവര് പറഞ്ഞു വെച്ചിട്ടേ റെഡ് എല്ലാരും റെഡാണല്ലോ. പറ ജോലി കിട്ടും. പറ എന്തിന്റെ എക്സാം? അവൻ ഇതിന് പോയേക്കുന്നു.
എങ്ങനെ ഇരിക്കാണ് അതേതാ അല്ല ചാർലിയിൽ അവൻ ഇടുന്ന എവിടെ എവിടെ കൊറേ നേരം കൊണ്ട് പോസ്റ്റ് ചെയ്തിരിക്കുക നിങ്ങള് കണ്ടാണ് മറ്റേ നെയ്യൂടിയുടെ വീഡിയോ മറ്റേ ഒന്നാമതേ പൊട്ട കണ്ട അത് വെച്ചാ ഒരു ഫോട്ടോ എടുക്കട്ടെ ഒരു ഫോട്ടോ എടുക്കട്ടെ ഇവിടെ ഇല്ല ഷൂസിന്റെ ഇവിടെ ഇല്ല എനിക്ക് തമ്പ് കൊടുക്കാനൊക്കെ ഇവിടെ നിന്നില്ലേ ആ വെട്ടത്തേക്കാ എവിടെ നിന്ന് വന്നു മധുരന്ന് കണ്ണോപ്പറേഷൻ ചെയ്തിട്ട് വന്നാണ് അതേതാ കേറുന്നില്ല കൊള്ളാം ഞാൻ ഫോട്ടോ എടുത്തു മതിയാ ഞാൻ ഫോട്ടോസ് ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് കഴിഞ്ഞു നീ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എടുത്തേ യൂട്യൂബ് എടുത്തേ നീ യൂട്യൂബ് എടുത്തേ ഇല്ല ഇവൻ ചെയ്തിട്ടില്ല ഞാൻ ഈ ചാനൽ കണ്ടിട്ടില്ല പ്രമുഖരുള്ളല്ലേ ഓൾ ബട്ടൺ പൊട്ടിക്കുക എവിടെ വന്ന് പോന്നാ ലഡു തീർന്നു വായി കിടക്കുന്നു ലഡു എന്നിട്ട് പറയാം ലഡു തീർന്നെന്ന് ആറാമത്തെ ലഡു ഈ പോക്കറ്റിൽ രണ്ടെണ്ണം ഇട്ടുകൊണ്ട് പോയി അതൊക്കെ തിരിച്ചു കഴിഞ്ഞില്ല എന്തേ കൊച്ചു മേടിച്ച ഡ്രസ് ഇതാണ് എടുത്താ ഇതാ കൊച്ചു എടുത്തത് ഇതുള്ള അതറാ ഇതാണ് ബാഴ്സലോണ എന്റെ പൊന്നു ബിലാലെ അതാ ഫാൻസ് കൂടെ അതുകൊണ്ട് സൗഖ്യത്ത് മുറുകൊന്നും ഇത് തരുന്നില്ല കേട്ടോ സോറി ശൈലി മുറുക്ക് ഞാൻ കട്ട് ചെയ്യും ഇതൊക്കെ എടുത്താണോ സുഖ എടാ മാസ്ക് ഉണ്ടോ എടാ നീ എന്തുവാണ് നീ മാറിയില്ല നിന്നെ എടുത്ത് ഞാൻ പറഞ്ഞു അച്ചുകാടെ ടീമാണ് അല്ലേ ഏത് അച്ചു നിന്ന ലൈലാമ്മ തറയിലിരുന്ന കട മുതലാണ് തമ്പ് ഇതിന്റെ 2 കളറുണ്ട് നിനക്ക് ബാപ്പുമായ വലൈക്കുസ്സലാം നിന്റെ മോൻ കിട്ടാനാണ് ഞാൻ കാത്തിരുന്നത്. എടാ നിനക്ക് ഫാൻസ് ഒന്നും വരത്തില്ലടാ. ഫാൻസ് ഒന്നും വരത്തില്ലടാ. അയ്യോ
പേരൊന്നുമില്ല ഇടണം 20 വയസ്സ് തികയും പേടും സെറ്റാക്കിട്ട് വിളിച്ചാൽ മൃഗത്താമാണ് പർച്ചേസിങ് വേണ്ടി ഉണ്ട്. എന്തെങ്കിലും ഇട്, മര്യാദക്ക് ഇട്, വേഗം ഇട്. കടമൊയിലാളിയല്ലേ? അയ്യോ ഫാൻസ് ഒന്നും വരത്തില്ല, മുഖം കാണിക്ക്. നിങ്ങളെ ഫ്രണ്ട്സാ? ഇത്താടെ ഫ്രണ്ട് ഇത്, ഈ ഇത്താടെ ഫ്രണ്ട് ഇത്. നിങ്ങൾ തമ്മിൽ അറിയത്തില്ലേ? ഇനിയിപ്പോ നമ്മള് പരിചയപ്പെട്ടല്ലോ. എൻ്റെ കൂടെ IT പഠിച്ചത് ഞങ്ങൾ ഒരു വർഷത്തെ പരിചയം. ഒരു വർഷം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 7-8 വർഷത്തെ പരിചയം പോലെയാ. ഭയങ്കര ഉഡായിപ്പിന്റെ ഉസ്താദാട്ടാ. ഞങ്ങൾ 7 പേരായിരുന്നു. ലാസ്റ്റ് ബെഞ്ചസ് ഞങ്ങൾ അറിയപ്പെടുന്നു. നീ എവിടെയാടാ വന്ന? ആരുടെ കടയിലാടാ വന്ന? പാന്റ് എടുക്കാൻ വേണ്ടിട്ട് ഇതാ ടേപ്പൊക്കെ കൊണ്ടുവന്നിരിക്കുക. കണ്ടോ കണ്ടോ, കഴിവുണ്ടോ എല്ലാരും? അതാ കഴിവ് കഴിവ്. അതാ തയ്യക്കാരൻ. ആള് ഈ മൂലക്ക് കയറിട്ടോ അവിടെ കയറിയുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കത്തില്ല, ഞാൻ എടുക്കത്തില്ല. അവിടെ കയറിയുന്നുണ്ട്. പരിചയം നിങ്ങളെങ്ങനെ പരിചയം? അല്ലാ, ചങ്കാണല്ലോ മൊത്തം. എന്നിട്ട് മിണ്ടാതിരിക്കും. ഇവിടെ നമ്മുടെ സുഹേലിക്കാടെ ഫ്രണ്ട്സ് ആണ് ഇത്. ഇക്ക കല്യാണം കഴിക്കാൻ പോവല്ലേ? സിംഗിള്. അപമാനിച്ചേ ഞങ്ങി, ഞാൻ പോയിക്കോട്ടെ. അതേ വരുന്നു കൊച്ചിച്ചിമ. അപ്പൊ അതിന്റെ തലയിലിരിക്കുന്നത് എന്താടാ? എടാ എനിക്ക് താടാ അത്. ഇല്ല ഇല്ല, ഇത് ഞാൻ കട്ട് ചെയ്യും, ഇത് ഞാൻ കട്ട് ചെയ്യും. എടാ താടാ, ആപ്പിതാക്ക് താടാ, ആപ്പിതാക്ക് വെച്ച. ആ ഈ തൊപ്പി കൊള്ളാം അല്ലേ? ഇല്ല തരത്തില്ല. ഒന്നും എടുത്തു കൊടുക്കാത്തതും ഇല്ല. നിങ്ങളോ? 50,000 രൂപയുടെ ഡ്രസ്സാ? എന്താ സ്വാപ്പാണെന്ന് പറഞ്ഞത് കട്ട് ചെയ്ത് കളയണേ. നേരത്തെ കൊച്ചിച്ചിമ എടുത്ത ആ ഡ്രസ്സില്ലേ, ആ ഡ്രസ്സ് എടുത്തത് മറ്റേ ഇക്കാക്ക മുഹമ്മദ് ഷാൻ ബി ഇക്കാക്കാണ് ആ ഡ്രസ്സ് എടുത്തു കൊടുത്തത്. ഇക്കാടെ കല്യാണമാണ്. അപ്പൊ അയക്കാടെ കല്യാണമാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് കൊച്ചിച്ചിമ ഡ്രസ്സ് എടുത്തു കൊടുത്ത. ഇപ്പൊ അയക്ക നമ്മുടെ കടയിൽ വന്നപ്പോ കൊച്ചിച്ചിമ ഡ്രസ്സ് കൊടുത്തപ്പോഴത്തേക്ക് ഇക്കാക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റാൻ പറഞ്ഞു. അങ്ങനെ ഇക്ക ഓരോ നോക്കുകയാണ്. ആണോ ചേച്ചിമ? ഇവർക്കും ഡ്രസ്സ് എടുത്തു കൊടുക്കോ? ആ അശയില് കഴുകിയിട്ട ഡ്രസ്സ് വല്ലതും നനഞ്ഞു കിടന്നാ ഞാൻ ഇവർക്ക് എടുത്തു കൊടുക്കും. അല്ലാതെ എടുത്തു കൊടുക്കത്തില്ല അല്ലേ? അമീർക്കാടെ റോള് കഴിഞ്ഞ് ഇവനിപ്പോ കല്യാണം കഴിച്ച് കഴിഞ്ഞു. അത് അമീർക്കാടെ റോള് കഴിഞ്ഞ് ഇനി സെലീം ഷേഖ്. കല്യാണം കഴിക്കേണ്ടി വരും. നാണുണ്ടാടാ കൊച്ചു നിന്നപ്പോ. ഇതാണ് മുഹമ്മദ് ഷാൻ ബി ഇക്ക. നിങ്ങളല്ലേ പറഞ്ഞെന്നാ?
ഇല്ല ഇതാ ഗൈസ് ഇതാരെന്നറിയാവോ? സുഹേലിക്ക് അത് കാണുവേ. ആ സത്യം തീർന്നു. ഐഫോൺ അല്ല. എന്തിനാടാ കരയുന്ന? ഏത് വേണം? ഈ കടയിൽ ആളില്ലടാ. ഇത് ഒരാളെ കടയാ. അയാൾ വന്നാലും പൈസ കൊടുത്തിട്ട് മേടിക്കാൻ പറ്റും. ഇവിടെ ആള് ഈ കട കൂട്ടുകാരന്മാരൊരു കല്യാണമായിട്ട് നീ കൃഷിക്കാരാണെന്നുള്ള നാട്ടുകാരറിയിട്ട് ഇത് റീച്ച് പെണ്ണ് വീട്ടിൽ എത്തിക്കുന്നവരെ നമ്മളെ റീച്ച് നമുക്ക് ആമയുടെ എടുക്കളയാ പറ സ്കാൻ ഞാൻ തരണം ഞാൻ തരാടോ. അമ്മ എടുത്ത് തീർന്നില്ലേ? അല്ലടാ മടക്കം ഇതായി പോകും കല്യാണം കുളമായ ഇപ്പൊ പറഞ്ഞ ഡയലോഗ് വിട്ടാൻ. ഇത് അർമാണി എക്സ്ചേഞ്ച്. ഇതെന്തുവായിരുന്നു? പുതിയാപ്പിളയുടെ പവർ നോക്കിയാ ഞാൻ ഫ്രണ്ടിൽ നിന്ന് എടുക്കട്ടെ. ഈ വരലല്ലോ അടിയാ മോതിരം ഇടുന്നത്. എന്നിട്ട് ഈ വരല് കുത്തിക്കയറ്റുന്ന എന്തിനാ? ഈ വരലല്ലേ മോതിരം ഈ വരല് ഇടിച്ചേറ്റുന്നത്? അല്ല ഇത് കറക്റ്റല്ലേ? അത് മതിടാ. ഇട്ടത് ഇത്ര ബർക്കത്തുള്ളതാണ്. ഞങ്ങള് അപ്പൊ ഇത് രണ്ടും കൂടാ സെറ്റ് ചെയ്യടാ. എന്റെ ഞങ്ങളുടെ സഞ്ചേരി ഏത് കഴിഞ്ഞായിരുന്നു എല്ലാരും ഇത് തന്നെ പറയുന്ന. ചെയ്തുകാരാന്ന് വൈകും. ചോദിക്കടാ ചെയ്തുകാരാന്ന് പേരിടാ. ചെയ്തുകാരാ? ചോദിക്കടാ ആരാ ചെയ്തുകാ? ആരാ ചെയ്തുക? ചോദിക്കടാ ആരാ ചെയ്തുകാരാ? ചെയ്തുകാരാ എനിക്ക് അങ്ങനെ അറിയത്തില്ല. ചെയ്തുകാരാ അങ്ങനെ അറിയത്തില്ല. മുന്തസീർ വന്നു ഗൈസ്. ഗൈസ് പാപ്പമായ ഉപ്പായം വന്നത് മറന്നു ഗൈസ് വ്ലോഗ് എടുക്കാൻ. ഉപ്പ ഒരു ഹായ് പറ. ഹായ്. കട എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? നാളെ ഞങ്ങൾ അങ്ങോട്ട് ഈ രാവിലെ തുടങ്ങിയാണല്ലോടാ ലഡു. ഇതുവരെ തീർന്നില്ലേടാ. എന്ന് പറയുന്ന ചാനല് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് അല്ല സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് 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 എന്ന് ഞാനും പറഞ്ഞത്. അല്ല അല്ല അല്ലെന്ന് പറഞ്ഞ സബ്സ്ക്രൈബ്. ശരിയാ 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 ശരിയാ. ഇനി ഞാനും പറഞ്ഞ സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ്. ആ ഇപ്പൊ കിട്ടി. ലിൻഷ എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പം വീഴും. ഉറങ്ങിയിട്ടില്ല. ഇന്നലെ അനീഷ് ഇവിടെ ഇവിടെ ഷിജിനായ ബ്യൂട്ടീഷ്യൻ ചെയ്ത ചേച്ചിയാണ് ഗൈസ് ഇപ്പൊ വരാൻ പോകുന്നത്. ആ ഗൈസ് ഒരു വന്ന് ചേച്ചി വന്ന് ഗൈസ് ചേച്ചിയുടെ മോന് വേണ്ടി ഡ്രസ്സ് എടുക്കാനാണ്. ഒരു നല്ല രീതിക്ക് ഇന്ന് പർച്ചേസ് ചെയ്യും ഗൈസ്. രജിത ചേച്ചി വന്ന് ഗൈസ്. ഷിജിനായ ബ്യൂട്ടീഷ്യൻ ചെയ്ത ചേച്ചി വന്ന് കഴിക്കുന്നു. പറ സ്വയം അങ്ങ് പൊക്ക്. സ്വയം പൊക്കില്ലേ നീ അവിടുന്ന് വലിഞ്ഞേറി ഇന്റീരിയലൊക്കെ എടുത്തോണ്ട് വന്നെങ്കിൽ ഞാൻ ഇന്റീരിയൽ വർക്കൊക്കെ ചെയ്തത് നമ്മളുടെ മിസ്റ്റർ അനന്തു ആണ്. ആരാ അനന്തു?
ഞാൻ നൊട്ടോറിയസ് അലുമിനിയം ഇന്റീരിയർ ആൻഡ് ഫുൾ ഇന്റീരിയർ വർക്കിന്റെ ഓണർ എല്ലാം ഞാൻ തന്നെ. ഓണർ കം വർക്കർ കം മുതലാളി എല്ലാം ഞാൻ തന്നെ. അപ്പൊ ഇതെല്ലാം സംഭവം സെറ്റ് ചെയ്തത് അനന്തുവാണ്. മോഡല് പറഞ്ഞു കൊടുത്തത് ഷീനാത്തായി അനീച്ചായി. ആര് പറഞ്ഞു ഇതിന്റെ ഫുൾ ഇന്റീരിയറിന്റെ 3D സ്കെച്ച് ഞാനായിരുന്നു ഗൈസ്. അല്ല മോഡലൊക്കെ പറഞ്ഞത് അനീച്ചായ. അനീച്ചക്ക് ഞാൻ അങ്ങ് പാടാടെ അനീച്ച പറഞ്ഞ ആ കൂടി ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചോണ്ടെന്ന് ഇത് മാത്രമേ ഉള്ളൂ. അനീച്ചടേ ഇത് ആരടാ ഈ ഇന്റീരിയലും ഈ ഡിസൈൻ ഒക്കെ പറഞ്ഞത്? ഷെഹനാസ് വന്ന് 13ാമത്തെ ലഡു കഴിക്കുന്നു. ഷെഹനാസ് വന്ന് 13ാമത്തെ ലഡു കഴിക്കുന്നു. സ്നേഹം കൊണ്ട് പോലും ഒരു തുള്ളി ഇവൻ ഞങ്ങൾക്ക് ആർക്കെങ്കിലും വേണോന്ന് ചോദിച്ചില്ല. ചോദിക്കടാ വേണമെന്നെങ്കിലും ചോദിക്കടാ. ലഡു എന്നുള്ള സ്നേഹമൊന്നും ഇല്ലല്ലേ? 14ാമത്തെ ലഡുവുമായി ഞാൻ ഒന്നാമത്തെ ഉദ്ഘാടനത്തിലാണ് ഞാൻ അയച്ചിട്ടാ പിന്നെ എനിക്ക് അന്യം വരും. അത് 5 കൊലയും അത് എനിക്ക് വരും. നിനക്ക് എന്താ നീ പഴയുന്ന? നീ പോണ്ട. ഇപ്പൊ നമ്മളുടെ ഇനാഗ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പം 9:30 രാത്രി 9:30. അപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പർച്ചേസ് ഒക്കെ അത്യാവശ്യം നടന്നു. നമുക്കിനി ഓൺലൈൻ പർച്ചേസോട് ഇതാക്കുന്നുണ്ട്. അപ്പം ഇൻസ്റ്റഗ്രാം പേജ് നമ്മൾ താഴെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. നല്ല വെറൈറ്റി മോഡൽ കളക്ഷൻസിന് ഇവിടെ ഗേൾസിനും ഇതേപോലത്തെ നമ്മളുടെ ഈ ക്രോക്ക് സെറ്റ് അതേപോലത്തെ ഉള്ള സാധനങ്ങളൊക്കെ നമ്മളിനി ഇറക്കും. ഇപ്പൊ നമ്മൾ അധികം അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ആ ഒരു കട തുടങ്ങുന്നതിന്റെ ആ ഒരു ഇതില് നമ്മൾ സെറ്റാക്കിയതാണ്. നമ്മള് ഇൻസ്റ്റയുടെ ഐഡി നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി നമ്മൾ ക്രിസ്മസിന് മുമ്പേ ഒരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പം അതിന് പോയി എല്ലാം പോയി നമുക്ക് കടയിൽ പുതിയ സ്റ്റോക്ക് വരുമ്പോൾ നിങ്ങൾ അറിയിക്കുന്നതാണ്. അറിയിക്കും ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്റീരിയർ വർക്ക് ചെയ്തത് അനന്തുവാണ്. അനന്തുവിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. കുറച്ച് ലെങ്തി ആണെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം ആപ്പിയെ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അത്ര ഏറെക്കുറെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും വിട്ടുപോയെങ്കിൽ സോറി. അപ്പോ ഇന്നത്തോടെ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ശരിയാ, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.